Hello friends, welcome to 𝙬𝙬𝙬𝙯. 𝙬𝙬𝙬 ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അജയ്. അപ്പോൾ നമ്മൾ ഇന്ന് പരിചയപ്പെടാനും അൺബോക്സിംഗ് ഒക്കെ ചെയ്യാൻ പോകുന്ന ഒരു റൂട്ടറാണ്. TP-Linkന്റെ ഒരു ആർച്ചർ മോഡൽ ഒരു അത്യാവശ്യം മീഡിയം റേഞ്ചിലുള്ള റൂട്ടറാണ്. അധികം ബേസിക്കും അല്ല, അത്യാവശ്യം ഹൈ എൻഡും അല്ല, അങ്ങനത്തെ ഒരു മോഡലാണ് വരുന്നത്. ഇത് AC 1200 എന്നൊരു മോഡലാണ് വരുന്നത്. ആർച്ചർ സീരീസിൽ വരുന്നതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അറിയാം ആർച്ചർ സീരീസ് വരെ കുറച്ച് പ്രീമിയം സീരീസാണ്. ഇതിന് MRP വരുന്നത് 3600 റേഞ്ച് വരുന്നുണ്ട്. പക്ഷേ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള പ്രൈസ് വരുന്നത് 1600 to 1800 റേഞ്ചിലാണ്. നമുക്ക് ആമസോണിലൊക്കെ പ്രൈസ് വരുന്നത്. ആമസോണിൽ വാങ്ങിയതാണ്. അപ്പോൾ നമുക്ക് ബെസ്റ്റ് ബൈ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ നടക്കും. താല്പര്യമുള്ളവർക്ക് നിങ്ങൾക്ക് ലിങ്കിൽ നിന്ന് ഡയറക്റ്റ് വാങ്ങിക്കാം. അപ്പോൾ ചാനലിനൊരു സപ്പോർട്ടാണ്. അപ്പോൾ നമുക്ക് ഇനി ഇതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് ആർച്ചർ C50 എന്നൊരു മോഡലാണ്. TP-Link AC1200 എന്ന് പറയും. പിന്നെ വൈഫൈ റൂട്ടറായിട്ട് ഇത് 3-in-1 റൂട്ടർ എന്ന് വേണമെങ്കിൽ പറയട്ടെ. എന്ന് വെച്ചാൽ നമുക്കിതിൽ റൂട്ടറായിട്ട് ഉപയോഗിക്കാം, അക്സസ് പോയിൻ്റായിട്ട് ഉപയോഗിക്കാം, റേഞ്ച് എക്സ്റ്റൻഡായിട്ട് ഉപയോഗിക്കാം. അങ്ങനെ ഒരു മോഡലാണ് വരുന്നത്. പിന്നെ ഇതൊരു ഡ്യുവൽ ബാൻഡ് റൂട്ടറാണ്. അത് മെയിൻ കാര്യം പറയുന്നത്. പിന്നെ നമുക്ക് ഞാൻ പറഞ്ഞ പോലെ നേരത്തെ 3 മോഡലുണ്ട്. 4 ആൻറ്റിന വരുന്നുണ്ട്. അത് വേറൊരു കാര്യമാണ്. 5 ഡെസിബലിന് 4 ആൻറ്റിനാണ് വരുന്നത്. നമുക്കിപ്പോൾ റേഞ്ച് കുറച്ചും കൂടി എക്സ്റ്റെൻഡ് ചെയ്യാനുള്ളവർക്ക് 4 ആൻറ്റിന നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യമായിട്ടാണ് നമ്മൾ 4 ആൻറ്റിനയുടെ ഒരു റൂട്ടർ വയ്ക്കാൻ പോകുന്നത്. അപ്പോൾ റേഞ്ച് കൂടുമെന്നുള്ള അറിയാമല്ലോ. പിന്നെ ഫാസ്റ്റർ വൈഫൈ വിത്ത് MIMO സപ്പോർട്ട് ഒക്കെ ഉണ്ട് ഇതിന്. അതുപോലെ നമുക്ക് വേൾഡ്സ് നമ്പർ 1 ബ്രാൻഡ് എന്ന് പറഞ്ഞിട്ട് സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് TP-Link ഒരു അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കും അങ്ങനെ സ്റ്റിക്കർ വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കിതിൻ്റെ അടുത്ത് നമുക്ക് ഇതിൻ്റെ ബോക്സും സംഭവങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെടാം. അപ്പോൾ അതിന് മുമ്പ് ചാനൽ പുതിയ സബ്സ്ക്രൈബ് ചെയ്യാം. അതുപോലെ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഒക്കെ മറക്കണ്ട. അതുപോലെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്ക് ലിങ്കും വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ട്. അത് ഫോളോ ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ നമ്മുടെ ഗീവ് അവേ വീഡിയോ നമ്മൾ കുറച്ച് ദിവസം മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. അത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. എന്ന് വെച്ചാൽ നമ്മളൊരു റൂട്ടറാണ് കൊടുക്കുന്നത്. ഒരു 10 റൂട്ടറാണ് നമുക്ക് ഗീവ് അവേ കൊടുക്കുന്നത്. അപ്പോൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ സിമ്പിൾ സ്റ്റെപ്സുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോ ഞാൻ കണ്ടിട്ടില്ലെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടായിരിക്കും, വീഡിയോയുടെ താഴെ ഉണ്ടായിരിക്കും. അപ്പോൾ പോയി കാണുക, പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. സിമ്പിൾ സ്റ്റെപ്സാണ്. അപ്പോൾ എന്നിട്ട് 10 നമുക്ക് ആർക്ക് കിട്ടാൻ നോക്കാം. അപ്പോൾ എന്തായാലും നമുക്കിതിൻ്റെ അൺബോക്സിങ്ങും കാര്യങ്ങളൊക്കെ പോകാം. അപ്പോൾ എന്തായാലും നമുക്ക് അതിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ TP-Linkന്റെ റൂട്ടറിൻ്റെ ബോക്സാണ് ഈ കാണുന്നത്. അപ്പോൾ മുകളിൽ TP-Link എഴുതിയിട്ടുണ്ട്. വേൾഡ്സ് നമ്പർ 1 എന്ന് പറഞ്ഞിട്ട് ബ്രാൻഡിങ് കൊടുത്തിട്ടുണ്ട് ഇവിടെ. പിന്നെ 3-in-1 റൂട്ടർ എന്ന് കൊടുത്തിട്ടുണ്ട്. അക്സസ് പോയിന്റ്, റേഞ്ച് എക്സ്റ്റൻഡ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. പിന്നെ AC 1200 മോഡലാണ്. വൈഫൈ റൂട്ടർ എന്നാണ്. ഡുവൽ ബാൻഡ് ഫീച്ചർ ഉണ്ട്. ആർച്ചർ C50 ആണ് ഇതിൻ്റെ മോഡൽ പേര്. എന്ന് വെച്ചാൽ ഇത് ആർച്ചറിലെ ഒരു സീരീസിൽ വരുന്നൊരു മോഡലാണ് കേട്ടോ. പിന്നെ ഡ്യുവൽ ബാൻഡ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഉണ്ട്. പിന്നെ 3 3-in-1 കൊടുത്തിട്ടുണ്ട്. 4x5 ഡെസിബിൾ ആൻറ്റിനാസാണ് വരുന്നത്. വെച്ചാൽ 4 ആൻറ്റിനാസ് നിങ്ങൾക്ക് പടത്തിൽ തന്നെ കാണാം ഓൾറെഡി. ഫാസ്റ്റർ വൈഫൈ എന്നിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ബാക്ക് സൈഡിൽ പോയി കഴിഞ്ഞാൽ ഫാസ്റ്റ് ഇഥർനെറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ പോർട്സുകളും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഓൺ ഓഫ് നമ്മുടെ WPS ഓൺ ഓഫ് ബട്ടൺ കൊടുത്തിട്ടുണ്ട്. വൈഫൈ ഓൺ ഓഫ്. ഇൻ്റർനെറ്റ് അക്സസ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ബ്ലൂ ആണ് നമ്മുടെ ഇൻ്റർനെറ്റ് അക്സസ് മെയിൻ. പിന്നെ പവർ ഓഫ് കൊടുത്തിട്ടുണ്ട്. ഇഥർനെറ്റ് പോർട്സാണ് ബാക്കി യെല്ലോ ഫുള്ള് കൊടുത്തിരിക്കുന്നത്. 4 ആൻറ്റിനാസും ബീം ഫോമിംഗ് ഫോർ മാക്സിമം കവറേജാണ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫേസ്ബുക്ക് വൈഫൈ എഫിഷ്യൻറ്റ് ഗസ്റ്റ് ഒതൻറ്റിക്കേഷൻ ആയിട്ടൊരു സംഭവത്തിൽ ഫീച്ചർ ഉണ്ട് നമുക്ക് ഫേസ്ബുക്കിൽ ഒതൻറ്റിക്കേഷൻ ചെയ്യുള്ളത്. പിന്നെ മൾട്ടി മോഡ് ഫംഗ്ഷൻസാണ് കൊടുത്തിരിക്കുന്നത്. റൂട്ടർ മോഡ്, അക്സസ് പോയിന്റ് മോഡ്, എക്സ്റ്റൻഡ് മോഡ് എന്നിട്ടൊരു പടം കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ MRP വെച്ചിരിക്കുന്നത് നേരത്തെ പറഞ്ഞ പോലെ 3499 ആണ്. നമുക്ക് പ്രൈസ് വരുന്നത് 1500 ആണ്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ നോക്കി കഴിഞ്ഞാൽ ലിങ്ക് കിട്ടും. പിന്നെ ഇതിൽ ഈസി സെറ്റപ്പ് മോഡ് എന്നതിൻ്റെ ഇവിടെ ഒരു സംഭവം കാണാം. നിങ്ങൾക്ക് ഇവിടെ കാണാം. ഞാൻ കറക്റ്റ് പിടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ക്യാമറയിൽ എത്തില്ല. Easy setup and user installation is simple thanks to the initiative web interface and the powerful TP-Link app. ടെതർ എന്ന് പറഞ്ഞിട്ടും കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിനൊരു ആപ്പ് ഉണ്ട് സെറ്റപ്പ് ചെയ്യാനുള്ളത്. ടെതർ എന്ന് പറഞ്ഞ പേര് നമുക്ക് പ്ലേ സ്റ്റോറിൽ ഡൗൺലോഡ് ചെയ്തിട്ട് നമുക്കിത് അതേപോലെ സെറ്റപ്പ് ചെയ്യാം. പിന്നെ ഈ സൈഡിലായിട്ട് നമുക്ക് നോക്കാം. ഈ സൈഡിലായിട്ട് അതിൻ്റെ സ്പെസിഫിക്കേഷൻ കുറച്ച് കൊടുത്തിട്ടുണ്ട്. വയർലെസ് 3 Mbps വരെ കിട്ടുന്നുണ്ട് 2.4 GHz. 5 GHz-ലാണെങ്കിൽ 867 Mbps വരെ കിട്ടും. ആൻറ്റിനാസ് 4 ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഓമിനി ഡയറക്ഷണൽ ആൻറ്റിനാസ് ആണ്. പോർട്ട് വരുന്നുണ്ട്. 4 ലാൻഡ് പോർട്ടും വരുന്നുണ്ട്. പിന്നെ ഡയമെൻഷൻസും കാര്യങ്ങളൊക്കെ പാക്കേജ് കണ്ടിട്ട് നോക്കി കഴിഞ്ഞാൽ നമുക്ക് വയർലെസ് റൂട്ടർ ഒരെണ്ണമുണ്ട്, പവർ അഡാപ്റ്റർ ഉണ്ട്, RJ45 ഇഥർനെറ്റ് കേബിൾ ഒരെണ്ണമുണ്ട്. അപ്പോൾ ക്വിക്ക് ഇൻസ്റ്റാളേഷൻ ഗൈഡും ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിത് എന്തായാലും ലേറ്റ് ആക്കാണ്ട് നമുക്കിത് അൺബോക്സിങ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഗീവ് അവേ വീഡിയോ കാണാത്തവർ പോയി കാണുക. നമ്മുടെ ഡിസ്ക്രിപ്ഷനിലുണ്ടായിരിക്കും. നമ്മളൊരു 10 റൂട്ട് കൊടുക്കുന്നുണ്ട്. പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. അപ്പോൾ നമ്മളിത് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അതൊരു വൈറ്റ് കളറാണ്. അത്യാവശ്യം വലിയ സംഭവമാണ് കേട്ടോ കാണാൻ. എന്ന് വെച്ചാൽ ഡ്യുവൽ ബാൻഡ് ആണല്ലോ. പിന്നെ 4 ആൻറ്റിനാസും വരുന്നുണ്ട്. അതുകൊണ്ട് അത്യാവശ്യം സൈസ് വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഇതാണ് നമ്മുടെ ഫസ്റ്റായിട്ട് ആൻറ്റിന വെച്ചത്. ഇപ്പോൾ അഡാപ്റ്റർ വരുന്നത്. ഇതിൻ്റെ പവർ റേറ്റിംഗ് ഞാൻ പറഞ്ഞുതരാം. 9 watt 0.85 ആംപിയറാണ് വരുന്നത് പവർ ആമ്പ് കേട്ടോ. അപ്പോൾ നമുക്കിത് മാറ്റി വയ്ക്കാം. പിന്നെ നമുക്ക് കിട്ടുന്നത് ഒരു ലാൻഡ് കേബിളാണ്. അപ്പോൾ എൻ്റെ വേറെ ലാൻഡ് കേബിൾ ഉണ്ട്. അതുകൊണ്ട് ഞാൻ എടുക്കുന്നില്ല തൽക്കാലം. പിന്നെ നമ്മൾ ഇതെടുത്തിട്ടുണ്ട് മെയിൻ സംഭവം. നമുക്കിത് മാറ്റി വയ്ക്കാം. പിന്നെ നമുക്ക് കിട്ടിക്കുന്നത് ഒരു ഇതെന്താ അത്യാവശ്യം നനഞ്ഞ പോലെയൊക്കെ ഉണ്ട്. ക്വിക്ക് സ്റ്റാർട്ട് ഇൻസ്റ്റാളേഷൻ ഗൈഡ് വന്നിട്ടുണ്ട്. ഇതെന്താ സംഭവം, ഇത് ഡാമേജ് പോലെ ആയിട്ടുണ്ട്. എന്താ നനഞ്ഞതാണോ എന്താ സംഭവം എനിക്കറിയില്ല. അത്യാവശ്യം ഇങ്ങനെ ചൊളിഞ്ഞ സംഭവമായിട്ട് ഇരിക്കുന്നുണ്ട്. കണ്ടിട്ട് നനഞ്ഞ പോലെ ഒരു ലുക്കൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും അതിന് മുമ്പ് നമുക്ക് ഈ റൂട്ടറിൻ്റെ ഫുൾ ഡീറ്റെയിൽസിലേക്ക് പോകാം. ഇത് ഓരോ ഒട്ടിച്ചിട്ട് നമുക്കിത് മാറ്റാം. അപ്പോൾ ഇതാണ് ആൻറ്റിനാസ് വരുന്നത്. ഇവിടെ ഒരെണ്ണം, ഇവിടെ ഒരെണ്ണം. ആൻറ്റിനാസ് നല്ല സ്മൂത്താണ് കേട്ടോ. ഇവിടെ ഒരെണ്ണം. അപ്പോൾ 4 ആൻറ്റിനാസാണ്. ഇങ്ങനത്തെ ഒരു ഡയറക്ഷനിലാണ് ആൻറ്റിന വന്നിരിക്കുന്നത്.
ഇതാണ് NS വരുന്നത്. പിന്നെ നമുക്കിവിടെ കുറേ ഇൻഡിക്കേഷൻസ് ലൈറ്റ്സും വരുന്നുണ്ട്. പവറിൻ്റെ വരുന്നുണ്ട്, അതുപോലെ ലാൻഡിൻ്റെ കണക്ഷൻ്റെ വരുന്നുണ്ട്, വൈഫൈ ഓണിൻ്റെ വരുന്നുണ്ട്, പവറിൻ്റെ വരുന്നുണ്ട്, ഇൻ്റർനെറ്റിൻ്റെ വരുന്നുണ്ട്. ബാക്ക് സൈഡിൽ നമുക്കിത് മടക്കി വെച്ചാൽ ബാക്ക് സൈഡിലായിട്ട് നിങ്ങൾക്ക് കറക്റ്റ് കാണാൻ തോന്നുന്നു. പവർ വരുന്നത് 9 വാട്ട് 0.85 ആംപിയർ ആണ്. ഡീഫോൾട്ട് SS ലിങ്ക് വേണ്ടിയിട്ട് TP ലിങ്ക് wi-fi.net കൊടുത്തിട്ടുണ്ട്, മെയ്ഡ് ഇൻ ചൈന. SSIDയും സംഭവങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് TP ലിങ്ക് വേണ്ടിയിട്ട്. പാസ്വേഡ് നമ്പറും കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇത് ഫുൾ വണ്ടികളാണ് ഇവിടെ. നമുക്ക് കണക്ഷൻ പോർട്ട് വാങ്ങി കഴിഞ്ഞാൽ അത് ഓൺ ഓഫ് സ്വിച്ച് ഇവിടെ കൊടുത്തിട്ടുണ്ട്, പവറിൻ്റെ കണക്ഷൻ സ്വിച്ച് കൊടുത്തിട്ടുണ്ട്, വൈഫൈ ഓണിൻ്റെ സ്വിച്ച് കൊടുത്തിട്ടുണ്ട്, വാൻ്റെ ഒരു പോർട്ട് കൊടുത്തിട്ടുണ്ട്, ലാൻഡ് കേബിൾ 4 കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് ചെയ്യാനുള്ളത് അടുത്ത സെറ്റപ്പാണ്. അപ്പോൾ നമുക്കിനി അതിലേക്ക് സെറ്റപ്പിലേക്ക് പോകാം. അപ്പോൾ നമ്മളിത് ഫുൾ കണക്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മളിവിടെ നമ്മുടെ എന്താ പറയുക മെയിൻ മോഡത്തിൽ നിന്ന് നമ്മുടെ നെറ്റ് ലിങ്കിൻ്റെ മോഡത്തിൽ നിന്ന് ഇതിൻ്റെ വാൻ പോർട്ടിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ പവർ ഓൺ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാനത് ഓൾറെഡി സെറ്റപ്പ് ചെയ്ത് കഴിഞ്ഞു. നമ്മളിത് ആപ്പ് വെച്ചൊരു ഭയങ്കര ഈസിയായിട്ട് സെറ്റപ്പ് ചെയ്യാം. എന്താ വെച്ചാൽ കാണിച്ചാൽ അതിൻ്റെ ആപ്പ് നമുക്ക് ടെതർ ആപ്പ് എന്ന് പറഞ്ഞൊരു ആപ്പ് ഉണ്ട്. ഇവിടെ പോയി ഇതാണ് സംഭവം, ടെതർ ആപ്പ്. ഇതിൽ നമ്മളെന്താ ചെയ്യേണ്ടത് വെച്ചാൽ നമ്മൾ ഫസ്റ്റ് ഓപ്പൺ ചെയ്ത് വരുമ്പോൾ നമ്മൾ സൈൻ ഇൻ ചെയ്യേണ്ടി വരും. അത് സൈൻ ഇൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിപ്പോൾ കാണിക്കുന്നത് എന്താ വെച്ചാൽ നമ്മളെന്താ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ഡയറക്റ്റ് പോയിട്ട് ഇത് ഓണായി കഴിഞ്ഞാൽ നമ്മുടെ വൈഫൈയിൽ പോയിട്ട് ഇതിൻ്റെ ഒരു നെറ്റ്വർക്ക് കാണിക്കും. അപ്പോൾ അതിൻ്റെ നെറ്റ്വർക്കിൽ നമുക്ക് ഇതിൻ്റെ താഴെ കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ പേര് അവിടെ എഴുതി കാണിക്കുന്നുണ്ടാവും. ഇത് കണ്ടോ, ഫോക്കസ് ചെയ്യാം. അവിടെ SSID എന്ന് കാണിക്കുന്നുണ്ടോ, അത് അതിൻ്റെ പേരാണ്. അതിൻ്റെ പേരിൽ മുകളിൽ പാസ്വേഡ് എഴുതിക്കുന്നുണ്ടോ. അതിൽ കയറിയിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് സൈൻ ഇൻ ചെയ്യാം. പാസ്വേഡ് അടിച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് സൈൻ ഇൻ ആവും. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ആപ്പിൽ കയറി കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ ഒരു ഓപ്ഷനാണ് വരിക. എന്ന് വെച്ചാൽ ഇതിൽ ഓൾറെഡി ഇതേ മോഡൽ ആർച്ചർ 350 ആണെങ്കിൽ അത് കാണിക്കും ഇവിടെ. അതിൽ കയറിയിട്ട് നമുക്ക് ജസ്റ്റ് ഇങ്ങനെ കയറി കഴിഞ്ഞാൽ ലോഗിൻ ഇൻ ടു ആർച്ചർ 350 പറയും. പിന്നെ നമ്മളൊരു പാസ്വേഡ് സെറ്റ് ചെയ്യാൻ പറയും, ഇഷ്ടമുള്ള പാസ്വേഡ്. പിന്നെ അത് ഓട്ടോമാറ്റിക്കലി ലിങ്ക് ചെയ്തോളൂ. നമ്മുടെ ഈ ആപ്പ് തന്നെ ഫുള്ളി ഓട്ടോമാറ്റിക്കലി ലിങ്ക് ചെയ്യും. ഇപ്പം നിങ്ങൾക്ക് കാണാൻ ഞാനിപ്പോൾ നമ്മുടെ ഇവിടെ കിട്ടുന്നത് ഇതിൽ കൂടെയാണ് കിട്ടുന്നത്. ഇതിൽ ഞാൻ ചെയ്യുന്നുണ്ടോ TP ലിങ്കിൻ്റെ ഇതാണ് മോഡം. ശരിക്കും എന്ന് വെച്ചാൽ എൻ്റെ ശരിക്കും നെറ്റ് വരുന്നത് ഈ സംഭവം നെറ്റ് ലിങ്കിൻ്റെ BSNLൻ്റെ സംഭവമാണ്. അതാണ് ഈ സംഭവം BSNLൻ്റെ. അതാണ് ഇപ്പോൾ കാണിക്കുന്നുണ്ട്. ഞാൻ ഓൾറെഡി കണ്ടിരിക്കുന്നത് ഇതിലാണ്. അപ്പോൾ ഇതിലിപ്പോൾ നമുക്ക് നെറ്റൊക്കെ കിട്ടുന്നുണ്ട്, ഈ സൈഡ് കിട്ടുന്നുണ്ട്. വേണമെങ്കിൽ ഒരു പ്ലേ സ്റ്റോറിൽ എന്തെങ്കിലും കാണിച്ചു തരാം. മൂവീസ് ആയാലും കണ്ടു എല്ലാം വരുന്നുണ്ട്. നമുക്ക് ഒരു പാടുമില്ല, ജസ്റ്റ് ഭയങ്കര ഈസി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഈസിയാണ്. അപ്പോൾ നിങ്ങൾ ഈ മോഡൽ ആർച്ചർ സീരീസ് ഒക്കെ വാങ്ങിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ആപ്പ് സപ്പോർട്ട് കിട്ടും. അപ്പോൾ ഇൻസ്റ്റാൾ ചെയ്യുകയാണെങ്കിൽ ഒരു പാടുമില്ല, ജസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്ത് അത് തന്നെ എല്ലാ കോൺഫിഗറേഷനും ചെയ്യുക. അതാണ് എൻ്റെ പ്രത്യേകത. അപ്പോൾ നിങ്ങൾക്ക് ഈ ആർച്ചർ സീരീസ് ഇൻട്രസ്റ്റ് ആയിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ നോക്കി കഴിഞ്ഞാൽ എൻ്റെ ലിങ്ക് കിട്ടും. ഇത് C1200 എന്ന് പറഞ്ഞൊരു മോഡലാണിത്. ഈ ആർച്ചർ സീരീസിൻ്റെ ഒരു അത്യാവശ്യം സ്റ്റാർട്ടിംഗ് ബേസിക് മോഡൽ എന്ന് വേണമെങ്കിൽ പറയാം. എന്ന് വെച്ചാൽ 1600 ആ റേഞ്ച് വരുന്നുള്ളൂ പ്രൈസ്. ശരിക്കും ഇവരുടെ ആർച്ചർ സീരീസ് ഒരു 8 രൂപയ്ക്ക് അടുത്ത് വരുന്ന മോഡലുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടവർക്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ നോക്കി കഴിഞ്ഞാൽ ലിങ്ക് കിട്ടും. നിങ്ങൾക്ക് റൂട്ടറായിട്ട് റിപ്പീറ്ററായിട്ട് ഉപയോഗിക്കാനൊക്കെ ബെസ്റ്റ് സംഭവം തന്നെയാണ്. അതിനെ സെറ്റപ്പ് ചെയ്യാനും ഭയങ്കര ഈസിയാണ്. അപ്പോൾ നല്ലൊരു സംഭവം തന്നെയാണ്, വാല്യൂ ഫോർ മണി തന്നെയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക. അതുപോലെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്കിലേക്ക് ഫോളോ ചെയ്യുക. അതുപോലെ നിങ്ങൾ ഫ്രണ്ട്സിലേക്കും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ പറയണം കേട്ടോ, മറക്കല്ല. അതുപോലെ നമ്മുടെ എന്താ പറയുക ഗീവ് വീഡിയോ ഇട്ടിട്ടുണ്ട്, അത് കാണാത്തൊരു പോയി കാണാം. നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ നോക്കി കഴിഞ്ഞാൽ എൻ്റെ ലിങ്ക് കിട്ടും. അത് ഒരു റൂട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ അതിൽ പോയി പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. പിന്നെന്താ വേണ്ടത് പറയാനുള്ളപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടെ. അതുപോലെ നോട്ടിഫിക്കേഷൻ ഓൺ ആക്കാനും മറക്കണ്ട. അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ഫ്രണ്ട്സ്.